എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MC021 കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ യൂണിറ്റ് 1 വരുമ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് പോളിമേഴ്സിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നെക്സ്റ്റ് നമുക്ക് പോളിമറിൻ്റെ പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് പോകാം. പോളിമറിൻ്റെ പ്രോപ്പർ ഡെഫിനിഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യലി ആ ടേമാണ്. എന്താണ് പോളിമർ എന്ന് പറയുന്ന ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് പോളി അതുപോലെ മെർ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് മീനിങ്, മെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് എന്നാണ് മീനിങ്. അതായത് പോളിമർ എന്ന് പറയുന്നത് ഒരു മാക്രോ മോളിക്യൂളാണ്, ഒരു ലാർജ് മോളിക്യൂളാണ്. അതായത് ചെറിയ സ്മോൾ മോളിക്യൂൾസുകൾ, ചെറിയ മോളിക്യൂൾസുകൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയൊരു മോളിക്യൂളാണ് എന്ത് പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഈ മോളിക്യൂൾസുകളെ നമുക്ക് മോണോമർ എന്നും വലിയ മോളിക്യൂളിനെ നമുക്ക് എന്തും വിളിക്കാം, പോളിമർ എന്നും വിളിക്കാം. അങ്ങനെ മോണോമേഴ്സ് എന്ന് പറയുന്ന ധാരാളം ചെറിയ മോളിക്യൂൾസുകൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ളൊരു വലിയ മോളിക്യൂൾ അഥവാ ഒരു മാക്രോ മോളിക്യൂളാണ് പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു മോണോമേഴ്സ് എന്ന് പറയുന്ന ചെറിയ മോളിക്യൂൾസുകൾ ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എത്ര മോണോമർ യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു പോളിമർ ചെയിൻ ഉണ്ടായിട്ടുള്ളത്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം n നമ്പർ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ n നമ്പർ ഓഫ് മോണോമേഴ്സ് ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു പോളിമർ ഉണ്ടായിട്ടുള്ളത്. സോ അപ്പം നമുക്ക് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ നമുക്ക് n ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ആ ഒരു ടേം കൂടി ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ മോളിക്യൂളാണ്. മോണോമേഴ്സ് എന്ന് പറയുന്ന സ്മോൾ മോളിക്യൂൾസുകൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂളാണ് പോളിമേഴ്സ്. അതുപോലെ തന്നെ എത്ര മോണോമേഴ്സ് ചേർന്നിട്ടാണ് ഒരു പോളിമർ ഉണ്ടായിട്ടുള്ളത് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെയാണ് ഈ സ്ലൈഡിൽ ഒന്നുകൂടി ഒരു പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ധാരാളം മോണോമേഴ്സ് യൂണിറ്റിനെ കാണിച്ചിട്ടുണ്ട്. ഈ മോണോമേഴ്സ് യൂണിറ്റുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് ഈ മോണോമേഴ്സ് യൂണിറ്റുകളെല്ലാം കണക്ട് ചെയ്തിട്ട് പോളിമർ എന്ന് പറയുന്ന നമ്മുടെ എന്തുണ്ടായിട്ടുണ്ട്, മാക്രോ മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. എന്താണ്, മോണോമേഴ്സിൽ നിന്നും പോളിമേഴ്സ് സിന്തസൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ മോളിക്യൂൾസ് ആണ്, സ്മോൾ മോളിക്യൂൾസ് ആണ്. ഇതിൽ നിന്നും മാക്രോ മോളിക്യൂളായിട്ടുള്ള പോളിമർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യത്തിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു പിക്ചറൈസ് ചെയ്ത് വെച്ചതാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, മോണോമേഴ്സ് എന്ന് പറയുന്ന സ്മോളർ മോളിക്യൂൾസുകൾക്ക് പോളിമറൈസേഷൻ നടക്കുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്, അപ്പോൾ പോളിമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഒറിജിൻ, സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് മോണോമേഴ്സ്, മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് ദ യൂസ്, തെർമൽ ബിഹേവിയർ ആൻഡ് ക്രിസ്റ്റലൈനിറ്റി. ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ ഇതുമായി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോളിമേഴ്സിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഈ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ നോക്കൂ, സോഴ്സ് അഥവാ ഒറിജിനെ ബേസ് ചെയ്തിട്ട് പോളിമേഴ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ, സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് തെർമൽ റെസ്പോൺസ് ആണ്. തെർമൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ മുകളിൽ ഒരു ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കുമ്പോൾ പോളിമേഴ്സിന് എന്തൊക്കെ ചേഞ്ച് ആണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഈ തെർമൽ റെസ്പോൺസിൻ്റെ ബേസിൽ പോളിമേഴ്സിനെ നമുക്ക്
തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡ് ഓഫ് ഫോർമേഷൻ ആണ്. എങ്ങനെയാണ് പോളിമേഴ്സ് അതായത് എങ്ങനെയാണ് ആ പോളിമറൈസേഷൻ നടന്നിട്ടുള്ളത്, അതിൻ്റെ ബേസിൽ പോളിമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഡീഷൻ പോളിമേഴ്സ് എന്നും കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്നും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൻ്റെ ബേസിൽ പോളിമേഴ്സിനെ നമ്മൾ അഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. നെക്സ്റ്റ് വൺ പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷനെയും ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയും ബേസിൽ നമുക്ക് റബ്ബറുകൾ എന്നും പ്ലാസ്റ്റിക്സ് എന്നും ഫൈബേഴ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. പിന്നീട് വരുന്നത് ടാക്ടിസിറ്റിയാണ്. ടാക്ടിസിറ്റി എന്ന് പറയുന്നത് പോളിമർ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ടാക്ടിസിറ്റിയുടെ ബേസിൽ നമുക്കതിനെ ഐസോടാക്റ്റിക്, സിൻഡയോടാക്റ്റിക്, അടാക്റ്റിക് എന്ന് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ക്രിസ്റ്റലൈനിറ്റിയുടെ ബേസിൽ അതുപോലെ നമുക്കതിനെ അമോർഫസ് എന്നും സെമി ക്രിസ്റ്റലൈൻ എന്നും ക്രിസ്റ്റലൈൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനും ആ പോളിമർ ടൈപ്പും മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് പറയാൻ പോവുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ടൈപ്സ് വന്നിട്ടുള്ളതെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഒറിജിൻ അഥവാ സോഴ്സിൻ്റെ ബേസിലാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഒറിജിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, പോളിമേഴ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നാച്ചുറൽ പോളിമർ എന്നും സെമി സിന്തറ്റിക് പോളിമർ എന്നും സിന്തറ്റിക് പോളിമർ എന്നും. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഒക്കർ ഇൻ നാച്ചുർ, അതായത് ഒരു നാച്ചുറൽ ഒറിജിൻ ഉള്ളവയാണ് നാച്ചുറൽ പോളിമേഴ്സ്. അതായത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒക്കെ സിന്തസൈസ് ചെയ്യാനോ എക്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുന്നവയാണ് നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പോളിമറാണ്. അമിനോ ആസിഡ് എന്ന് പറയുന്ന മോണോമറിൽ നിന്ന് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിമർ. ഇതൊരു നാച്ചുറൽ പോളിമറാണ്. നെക്സ്റ്റ് നമുക്ക് പറയാം സെല്ലുലോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ദേ ആർ ബയോഡിഗ്രേഡബിൾ കൂടിയാണ് നാച്ചുറൽ പോളിമേഴ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ സിന്തറ്റിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് ആയിട്ടുള്ള പോളിമേഴ്സാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, നമുക്ക് മോസ്റ്റ്ലി അവരിൽ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ളവയാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ളവയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്സ്, നൈലോൺ, ബ്യൂണയസ് ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെമി സിന്തറ്റിക് ആണ്. സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സിനെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും? സെമി സിന്തറ്റിക് പോളിമേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ഈ നാച്ചുറൽ പോളിമേഴ്സിൽ കുറച്ച് കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ട് സം മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നവരാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്ന പോളിമേഴ്സ്. അതിന് എക്സാമ്പിളാണ് സെല്ലുലോസ് നൈട്രേറ്റ് ആൻഡ് സെല്ലുലോസ് അസറ്റേറ്റ്. സെല്ലുലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നാച്ചുറൽ പോളിമറാണ്. നൈട്രേറ്റ് ഇസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. സോ ഒരു നാച്ചുറൽ മോഡിഫിക്കേഷൻ, ഒരു കെമിക്കൽ മോഡിഫിക്കേഷൻ നടക്കുകയാണ് നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സിൽ. അങ്ങനെയാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. ദിസ് ഈസ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ ഒറിജിൻ. നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ് ആൻഡ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഒറിജിൻ മെയിൻലി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നാച്ചുറൽ പോളിമേഴ്സ് എന്നും അതുപോലെ തന്നെ സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിളാണ് നാച്ചുറൽ റബ്ബർ, പ്രോട്ടീൻ, സെല്ലുലോസ്, അതുപോലെ തന്നെ സിൽക്ക്, വൂൾ, കോട്ടൺ എക്സെട്ര. സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് പോളിത്തീൻ, അതുപോലെ PVC, നൈലോൺ. ഇതൊക്കെ സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ പോളിമേഴ്സ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറിനെ ബേസിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ പോളിമേഴ്സ് ആണ്. ലീനിയർ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു പോളിമേഴ്സിൻ്റെ ഒരു ലീനിയർ ചെയിൻ മാത്രമായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. മോണോമേഴ്സ് യൂണിറ്റ് ഒരു ലീനിയർ ചെയിൻ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ബ്രാഞ്ച്ഡ് പോളിമർ. ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലീനിയർ ചെയിൻ ഓഫ് മോണോമർ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഈ മോണോമർ യൂണിറ്റിൻ്റെ ഈ ചെയിനിൽ നമുക്ക് സം ബ്രാഞ്ചസ് കൂടി പ്രസൻറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫൈനലി വരുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലീനിയർ പോളിമേഴ്സ് ഉണ്ട്. ഈ ലീനിയർ പോളിമേഴ്സിൽ ബ്രാഞ്ചസ് വരുമ്പോൾ നമുക്കതിൻ്റെ ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഈ ബ്രാഞ്ചസ് നിങ്ങൾ നോക്കൂ, പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ, ഈ ബ്രാഞ്ചസ് വഴിയോ ഈ ചെയിൻസ് പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഏത് പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യാം? ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് ഒന്നുകൂടി ആയൊരു ഫിഗർ നോക്കാം. ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ലീനിയർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രാഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ ചെയിൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബ്രാഞ്ചസ് കൂടി കാണാനായിട്ട് പറ്റും. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുമ്പം ഈ ബ്രാഞ്ചസ് എല്ലാം ലീനിയർ ചെയിൻസുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പരസ്പരം ക്രോസ് ലിങ്ക് ചെയ്തിട്ടൊരു 3D നെറ്റ്വർക്ക് സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇത്രയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ. ഓക്കെ, ഞാനിവിടെ എക്സാമ്പിൾസ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ലീനിയർ പോളിമേഴ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻസ് ആണെന്ന് പറഞ്ഞു. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സിൽ ചെയിൻ വിത്ത് ബ്രാഞ്ചസ് ആണ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിനെ നമുക്ക് നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് വിളിക്കാം. അവർ കോവാലന്റ് ബോണ്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു ഒരു ബ്രാഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, ഈ ബ്രാഞ്ചസിനിടയിൽ ക്രോസ് ലിങ്ക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ക്രോസ് ലിങ്ക്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട്സുകളാവാം, ഹൈഡ്രജൻ ബോണ്ട്സുകളൊക്കെ ആവാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമ്പിൾസ് കൊടുക്കുക. ലീനിയർ പോളിമേഴ്സിന് എക്സാമ്പിളാണ് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC, അതുപോലെ HDPE അഥവാ HDPE അഥവാ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ബ്രാഞ്ച്ഡ് പോളിമേഴ്സിന് എക്സാമ്പിളാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ, LDPE എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് എക്സാമ്പിളാണ് ബാക്ക്ലൈറ്റ്, മെലാമിൻ പോലെയുള്ള പോളിമേഴ്സുകൾ. ബാക്ക്ലൈറ്റ് പോലെയുള്ള പോളിമേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നോക്കൂ, ഞാനിവിടെ ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞ പോളിമേഴ്സിനെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫിനോൾ എന്നും ഫോമാൽഡിഹൈഡ് എന്നുള്ള 2 മോണോമേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ബാക്ക്ലൈറ്റ് എന്ന് പറയുന്ന പോളിമർ ഉണ്ടാവുന്നത്. അതിനിടയിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ആ മോണോമേഴ്സിനൊന്ന് നോക്കുക. ഫിനോളും ഫോമാൽഡിഹൈഡാണ്. ഈ 2 മോണോമേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ബാക്ക്ലൈറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ബാക്ക്ലൈറ്റിൻ്റെ ഫൈനൽ സ്ട്രക്ചർ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബാക്ക്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ ആയിട്ടുള്ള ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം അവർക്ക് എന്തുണ്ട്, CH2 ഗ്രൂപ്പ്സ് വഴിയുള്ള ക്രോസ് ലിങ്കിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ബാക്ക്ലൈറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് എക്സാമ്പിളാണ് ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോണോമർ ടൈപ്പ്. മോണോമേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഒരേ മോണോമേഴ്സ്, നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോ പിങ്ക് കളർ ബോക്സസും ഞാൻ കാണിച്ചിട്ടുള്ളത് ഓരോ മോണോമർ യൂണിറ്റുകളാണ്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഹോമോ പോളിമേഴ്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഹോമോ പോളിമേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഹോമോ പോളിമേഴ്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അവരെ നമുക്ക് ഹോമോ പോളിമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഒരേ ടൈപ്പ് മോണോമേഴ്സ് യൂണിറ്റ് ആണ്, അതിനെ നമുക്ക് ഹോമോ പോളിമേഴ്സ് എന്ന് വിളിക്കാം. എന്നാൽ നോക്കൂ, കോ പോളിമറിൽ വരുമ്പോൾ നമുക്ക് അവിടെ 2 ടൈപ്പ് ഓഫ് മോണോമേഴ്സ് യൂണിറ്റിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ചേർന്നിട്ടുണ്ടാവുന്ന പോളിമേഴ്സിനെ നമുക്ക് കോ പോളിമർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക്ലൈറ്റ്. നിങ്ങൾ നോക്കൂ, ബാക്ക്ലൈറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫീനോളും ഫോമാൽഡിഹൈഡും ഈ 2 മോണോമേഴ്സ് ചേർന്നിട്ടാണ് ബാക്ക്ലൈറ്റ് എന്ന് പറയുന്ന പോളിമർ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് പറയാം ബാക്ക്ലൈറ്റ് എന്തിന് എക്സാമ്പിളാണ്, ഒരു കോ പോളിമറിന് എക്സാമ്പിളാണ് ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോമോ പോളിമറിന് എക്സാമ്പിളാണ് PVC, പോളിത്തീൻ, അതുപോലെ പോളിപ്രോപ്പിലീൻ എന്നൊക്കെ പറയുന്നത് ഹോമോ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. എഗെയിൻ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. കോ പോളിമേഴ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, റാൻഡം, ഓൾട്ടർനേറ്റിംഗ്, ബ്ലോക്ക് ആൻഡ് ഗ്രാഫ്റ്റ് പോളിമേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. റാൻഡം പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോ പോളിമേഴ്സിലുള്ള മോണോമർ യൂണിറ്റുകൾസ് റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പെർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല. അതായത് A ആണ് ഒരു മോണോമർ യൂണിറ്റ്, മറ്റൊരു യൂണിറ്റ് B ആണെന്ന് വിചാരിക്കും. ഈ മോണോമേഴ്സുകൾ റാൻഡമായിട്ട് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ലാതെയാണ് പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, റാൻഡം പോളിമേഴ്സ് എന്ന് വിളിക്കാം. ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിട്ടില്ല. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് പോളിമേഴ്സിൽ വരുമ്പോൾ അവിടെ ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ മോണോമർ യൂണിറ്റ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പ്ലേസ്. A ആണ് ആദ്യത്തെ മോണോമർ യൂണിറ്റ് എങ്കിൽ അടുത്തത് B, എഗെയിൻ കണക്റ്റ് ആവുന്നത് A തന്നെയാണ്, എഗെയിൻ കണക്റ്റ് ആവുന്നത് B ആണ്. ഒരു സ്ട്രിക്റ്റ് ഓർഡർ, എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് പോളിമേഴ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് പോളിമേഴ്സ് ആണ്. ബ്ലോക്ക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ മോണോമർ യൂണിറ്റിൻ്റെ ബ്ലോക്ക് പ്രസൻ്റ് ആയിരിക്കും. മീൻസ് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അടുത്തൊരു മോണോമർ യൂണിറ്റ് വരികയാണെങ്കിൽ
അങ്ങനെയുള്ളവരെ നമുക്ക് ബ്ലോക്ക് പോളിമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഗ്രാഫ്റ്റ് പോളിമേഴ്സ് ആണ്. അവിടെ ഗ്രാഫ്റ്റ് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് വൺ മോണോമർ ലിങ്ക്ഡ് ടു ദ മെയിൻ ചെയിൻ ഓഫ് അനദർ. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന പോളിമറിൻ്റെ ഒരു ലീനിയർ ഫാഷനിൽ എ എന്ന് പറയുന്ന പോളിമർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു കോ പോളിമറാണ്, പക്ഷേ എ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിൽ ഒരു ബ്രാഞ്ചസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഏത് പോളിമർ വരിക എന്ന് നിങ്ങൾ വിചാരിക്കൂ, ബി എന്ന് പറയുന്ന അടുത്ത പോളിമർ വരികയാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാഫ്റ്റ് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കോ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മോർ ദാൻ വൺ ടൈപ്പ് മോണോമർ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് എഗെയിൻ റാൻഡം എന്നും ഓൾട്ടർനേറ്റിംഗ് എന്നും ബ്ലോക്ക് എന്നും ഗ്രാഫ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. നിങ്ങളൊന്ന് നോക്കുക, റാൻഡം പോളിമേഴ്സ് ആണെങ്കിൽ ഇത് മോണോമർ യൂണിറ്റ് റാൻഡംലി പ്ലേസ്ഡ് ആയിരിക്കും. ഓൾട്ടർനേറ്റിംഗ് പോളിമേഴ്സ് ആണെങ്കിൽ മോണോമർ യൂണിറ്റ് ഓൾട്ടർനേറ്റീവ്ലി പ്ലേസ്ഡ് ആയിരിക്കും. അതൊരു സ്ട്രിക്റ്റ് ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പോളിമേഴ്സിൻ്റെ അതുപോലെ ഗ്രാഫ്റ്റ് പോളിമേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് പോളിമറൈസേഷൻ്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ്. നമ്മൾ പറഞ്ഞു മോണോമറിൽ നിന്നും പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് പോളിമറൈസേഷൻ വഴിയാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ പോളിമറൈസേഷൻ്റെ മെക്കാനിസത്തിൻ്റെ ബേസിൽ നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മെയിൻലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ് അഥവാ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് അഡീഷൻ പോളിമേഴ്സ് അഥവാ ചെയിൻ ഗ്രോത്ത് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ക്രിസ്റ്റലൈനിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് മറ്റൊരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് പോളിമറൈസേഷൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. നോക്കൂ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു അല്ലേ. അഡീഷൻ പോളിമറൈസേഷൻ ആണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ. ഈ അഡീഷൻ പോളിമറൈസേഷനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ചെയിൻ പോളിമറൈസേഷൻ അഥവാ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പോളിത്തീനാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. പോളിത്തീൻ്റെ മോണോമറാണ് എത്തീൻ എന്ന് പറയുന്ന മോളിക്യൂൾ. അപ്പോൾ എത്തീൻ എന്ന് പറയുന്ന മോളിക്യൂളിന് പോളിമറൈസേഷൻ സംഭവിക്കുമ്പോൾ എത്തീനിൽ എന്ത് സംഭവിക്കും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകുന്നു. അതുപോലെ ഈ രണ്ട് കാർബണിൻ്റെ രണ്ട് സൈഡിലേക്കും ഓരോ ബോണ്ട് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. അതായത് എത്തീൻ മോളിക്യൂളിലെ ഈ ഒരു CH2 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ചെയിൻ എന്തായിക്കൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതായത് CH2 ബോണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ എണ്ണം ഡബിൾ ആയിക്കൊണ്ട് അതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് പോളിമറിൻ്റെ ലെങ്ത്തും കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ മറ്റൊരു മോളിക്യൂൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയോ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇനീഷ്യലി നമ്മൾ എടുത്തിട്ടുള്ള മോണോമർ യൂണിറ്റിന് എഗെയിൻ റിപ്പീറ്റഡ് അഡീഷൻസ് ആണ് സംഭവിക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, പോളിത്തീൻ എന്ന് പറയുന്ന ഒരു പോളിമറിനെ നമുക്ക് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ അഥവാ അഡീഷൻ പോളിമറൈസേഷൻ ഈ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ അഥവാ ചെയിൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് എത്തീനാണ്. അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CH2 എന്ന് പറയുന്ന ഗ്രൂപ്പാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് N ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, നമുക്ക് പോളിമർ കിട്ടുന്നു. നെക്സ്റ്റ് വൺ പോളിപ്രൊപ്പിലിനാണ്. അവിടെ പ്രൊപ്പിലിനാണ് മോണോമർ. ഈ മോണോമറിൽ ഈ ഒരു പ്രൊപ്പിലിൻ ഗ്രൂപ്പിൽ ഈ ഒരു ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് പോളിപ്രൊപ്പിലിനെ കിട്ടുന്നു. അടുത്തത് പോളിസ്റ്റൈറീൻ ആണ്. സ്റ്റൈറീനിലും അതുപോലെ ഈ ഒരു ഗ്രൂപ്പാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോളിസ്റ്റൈറീൻ എന്ന് പറയുന്ന പോളിമറിനെ സിന്തസൈസ് ചെയ്യാം. സിമിലർലി PVC നിങ്ങൾക്ക് കാണാം, ടെഫ്ലോൺ കാണാം, അതേപോലെ തന്നെ പോളിഎക്രിലോനൈട്രിൽ കാണാം. ഇവരുടെ പോളിഎക്രിലോനൈട്രിൽ അഥവാ ഒർലോൺ എന്ന് വിളിക്കുന്ന പോളിമറിനെ കാണാം. ഇവരെല്ലാം എന്തിന് എക്സാമ്പിളാണ്, അഡീഷൻ പോളിമറൈസേഷന് എക്സാമ്പിൾ അഥവാ അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. അതായത് അഡീഷൻ പോളിമറൈസേഷൻ വഴി സിന്തസൈസ് ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ അഡീഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അഡീഷൻ പോളിമേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെത്തേഡ് പോളിമറൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ എന്താ നമ്മൾ പറഞ്ഞത്, കണ്ടൻസേഷൻ ആണ് അല്ലേ. കണ്ടൻസേഷൻ
പോളിമറൈസേഷൻ ആണ് നമ്മൾ അടുത്തത്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഏതാണ് നമ്മുടെ പോളിമർ? നൈലോൺ 66 ആണ് പോളിമർ. അതിൻ്റെ മോണോമർ യൂണിറ്റുകളാണ് എഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാമെത്തിലിൻ ഡയമീനും. ഈ രണ്ട് മോണോമർ യൂണിറ്റുകൾ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡിപ്പിക് ആസിഡിൽ നിന്നൊരു OH ഗ്രൂപ്പും അതുപോലെ തന്നെ ഹെക്സാമെത്തിലിൻ ഡയമീനിൽ നിന്നൊരു Hഉം ഒരുമിച്ച് വാട്ടർ മോളിക്യൂളായിട്ട് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാം അഡിപ്പിക് ആസിഡിലെ കാർബണും ഹെക്സാമെത്തിലിൻ ഡയമീനിലെ നൈട്രജനും തമ്മിലൊരു ബോണ്ട്, ഒരു ലിങ്കേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് CONH എന്ന് പറയുന്നൊരു ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് അഡിപ്പിക് ആസിഡിലെ COയും അതുപോലെ ഹെക്സാമെത്തിലിൻ ഡയമീനിലെ NHഉം തമ്മിൽ അവിടെ ഒരു എക്സ്ട്രാ ലിങ്കേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ലിങ്കേജ് ക്രിയേറ്റ് ചെയ്തത്? വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് വഴിയാണ് അവിടെ അങ്ങനെ ഒരു ലിങ്കേജ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. അതായത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് മോണോമേഴ്സ് യൂണിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടൊരു ന്യൂ ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ കണ്ടൻസേഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാലും അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സുകൾ വിത്തൗട്ട് ലോസ് ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്മൾ കണ്ടു, അതായത് ഡബിൾ ബോണ്ടുകളുള്ള മോളിക്യൂൾസുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ്. അവിടെ എന്താണ്? ഒരു മോളിക്യൂളും എലിമിനേറ്റ് ചെയ്ത് പോകുന്നില്ല. എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസ് ആണ്, ഡബിൾ ബോണ്ടുള്ള മോളിക്യൂൾസുകളാണ് ഇൻ കേസ് ഓഫ് അഡീഷൻ പോളിമേഴ്സ്. ഇനി അതുപോലെ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണ്? അക്കമ്പൈൻഡ് ബൈ ദ ലോസ് ഓഫ് സ്മോൾ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ. നമുക്ക് ആരൊക്കെ പറയാം? വാട്ടർ പറയാം, അതുപോലെ തന്നെ അമോണിയനെ പറയാം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പറയാം. ഇതുപോലെയുള്ള മോളിക്യൂൾസുകളെല്ലാം എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് വഴിയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കണ്ടൻസേഷൻ പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബേസ്ഡ് ഓൺ പോളിമറൈസേഷൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ തെർമൽ ബിഹേവിയർ. അത് സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. ആൻഡ് യൂസിൻ്റെയും തെർമൽ ബിഹേവിയറിൻ്റെയും ബേസിൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. തെർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുകയോ ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇവരിൽ എന്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, നൈലോൺ, ടെഫ്ലോൺ പോലുള്ളത്. ഇവരെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് കൂട്ടുമ്പം അവരെന്തായിട്ട് മാറും? സോഫ്റ്റ് ആവുകയും പിന്നീട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചതിനെ കൂൾ ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറുകയും ചെയ്യുന്നു? ഹാർഡായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതായത് അഗെയിൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് സോഫ്റ്റ് ആവുകയും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അത് ഹാർഡായിട്ട് മാറും. ഇങ്ങനെ റിവേഴ്സിബിളി ഒരു സോഫ്റ്റ് അതുപോലെ ഒരു ഹാർഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ചേഞ്ച് അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഇതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇവർ സോഫ്റ്റ് ആവുകയും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താവുകയാണ്? ഇത് സോൾഡിഫൈ ചെയ്യുകയും ചെയ്യും. അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സോൾഡിഫൈ ചെയ്യുക മീൻസ് ഇത് ഹാർഡായിട്ട് മാറും. എന്നാൽ തിരിച്ച് ഈ ഹാർഡ് ടു സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺവേർഷൻ ഇവിടെ നടക്കുന്നില്ല, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൽ നടക്കുന്നില്ല. ഇവർ ഹാർഡായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് എങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും? ഹാർഡ് മോളിക്യൂളായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതായത് സോഫ്റ്റ് നിന്ന് ഹാർഡായിട്ട് മാറുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇത് ക്രോസ് ലിങ്കിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, എപ്പോക്സി റെസിൻസ് ഒക്കെ. അതായത് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കലൈറ്റ് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള പോളിമേഴ്സുകൾ എന്തിന് എക്സാമ്പിളാണ്? തെർമോസെറ്റിംഗ് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നതിൽ വരുന്ന എക്സാമ്പിളാണ് റബ്ബർ. അതിനെ നമുക്കറിയാം, റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. നമുക്ക് അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം, പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റിറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? അതിൻ്റെ വൺ ഡയറക്ഷനിലേക്കൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പൊട്ടിപ്പോവാതെ. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ കോട്ടിങ്സ് ആൻഡ് അഡ്ഹസീവ്സ് ആയിട്ട് പല മെറ്റീരിയൽസിലും കോട്ടിങ്സുകളായിട്ടും അഡ്ഹസീവ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെറാമിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് ഇനോർഗാനിക് പോളിമേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറാമിക്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്?
പോളിമേഴ്സിൻ്റെ തെർമൽ ബിഹേവിയറിൻ്റെയും അതുപോലെ അതിൻ്റെ യൂസിൻ്റെയും ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇതൊരു സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. അതിൽ തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്ടിസിറ്റി ഓഫ് പോളിമേഴ്സിനെ കുറിച്ചിട്ടാണ്. ടാക്ടിസിറ്റി റിഫേഴ്സ് ടു ദ ഡിഫറെൻറ്റ് പോസിബിൾ കോൺഫിഗറേഷൻ ഓർ ദ റിസൾട്ടിങ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോളിമേഴ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമേഴ്സ് ചെയിനിൽ ഓരോ ഗ്രൂപ്പ്സും അഥവാ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു ഓർഡർലി ഫാഷനിലാണോ അല്ലെങ്കിൽ ഡിസോർഡർലി ആണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് ഇതിൻ്റെ സ്പേഷ്യൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്ന് മീൻ ചെയ്യുന്നൊരു ടേമാണ് ടാക്ടിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കൊന്നുകൂടി പറയുകയാണെങ്കിൽ ദ ഓറിയൻറ്റേഷൻ ഓഫ് മോണോമറിക് യൂണിറ്റ് in polymer take place in orderly or disorderly fashion with respect to the main chain. അതായത് നമ്മുടെ മെയിൻ ചെയിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ പോളിമറിൻ്റെ മെയിൻ ചെയിൻ ഇതാണെങ്കിൽ ഈ മെയിൻ ചെയിനെ ബേസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വരുന്ന ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളും ഓർഡർലി ഫാഷനിലാണോ, ഒരു ഓർഡർലി ഫാഷനിലാണോ അല്ലെങ്കിൽ ഒരു ഡിസോർഡർലി ഫാഷനിലാണോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ടാക്ടിസിറ്റി എന്ന് പറയുന്നത്. ടാക്ടിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. ടാക്ടിസിറ്റി എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റലൈനിറ്റി പോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ടാക്ടിസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് നോക്കാം ടാക്ടിസിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നും ക്ലാസിഫിക്കേഷൻ എന്നും. നോക്കൂ, ഇവിടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഐസോടാക്റ്റിക്. ഐസോടാക്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമർ ചെയിനിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ഓർഡർലി ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ ഓൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ മെയിൻ ചെയിൻ. നമ്മുടെ മോണോമറിക് യൂണിറ്റിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ ആ പോളിമറിക് ചെയിനിൻ്റെ ഒരു സെയിം സൈഡിലാണ്, ഒരു ഓർഡർലി ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിനെ നമുക്ക് ഐസോടാക്റ്റിക് എന്ന് വിളിക്കാം. ഇവിടെ Y ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നോക്കൂ, ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്, രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്, മൂന്നാമതായിട്ട് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഓർഡർലി ഫാഷനിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ പോളിമർ ചെയിൻ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ പോളിമർ ചെയിനിൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നു, തൊട്ടടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ ഒരു പൊസിഷനിലാണ്, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ ഒരു പൊസിഷനിലാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഓർഡർലി ഫാഷനിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഐസോടാക്റ്റിക് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വണ്ണാണ് സിൻഡിയോടാക്റ്റിക്. സിൻഡിയോടാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഓക്യുപ്പൈ ഓൾട്ടർനേറ്റിംഗ് പൊസിഷൻസ്. നോക്കൂ, ഇവിടെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്, നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ഈ ഒരു പൊസിഷനാണ്. അതായത് പോളിമർ ചെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് ഓൾട്ടർനേറ്റിംഗ് ഫാഷനിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ അറേഞ്ച് ചെയ്ത്. ഇതിനാണ് നമ്മൾ സിൻഡിയോടാക്റ്റിക് എന്ന് വിളിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ വരച്ച പോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യത്തേതെങ്കിൽ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണ്, മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണ്. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ഫാഷനിൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സിലാണ് നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് സിൻഡിയോടാക്റ്റിക് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വണ്ണാണ് അറ്റാക്റ്റിക്. അറ്റാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ അറേഞ്ച്ഡ് ഇൻ റാൻഡം മാനറിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നമുക്ക് സെയിം സൈഡ് ആണെന്നോ ഓപ്പോസിറ്റ് സൈഡ് ആണെന്നോ ഓൾട്ടർനേറ്റീവ് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, റാൻഡം അറേഞ്ച്മെൻ്റ് ആണ്. സിമിലർലി നമുക്ക് ഇങ്ങനെ വരച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അടുത്തത് താഴെയാണ് വരുന്നത്, പിന്നെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മുകളിൽ വരുന്നുണ്ട്, അടുത്തത് മുകളിൽ വരുന്നുണ്ട്, പിന്നെയും മുകളിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളെ ഒരു ഡിസോർഡർ ഫാഷനിൽ അറേഞ്ച് ചെയ്താൽ അതിനെയാണ് നമ്മൾ അറ്റാക്റ്റിക് എന്ന് വിളിക്കുന്നത്. അറ്റാക്റ്റിക് ആയിട്ടുള്ള ഒരു പോളിമറിന് എക്സാമ്പിളാണ് പോളിപ്രോപ്പിലിൻ. അതൊരു ഗമ്മി സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഐസോടാക്റ്റിക് ആയിട്ടുള്ളവയൊക്കെ ഹൈലി ക്രിസ്റ്റലൈൻ ആയിട്ടും അല്ലെങ്കിൽ ടഫ് പോളിമേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടാക്ടിസിറ്റി ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒരു പോളിമറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടാക്ടിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇതാണ് നമ്മൾ ടാക്ടിസിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ടാക്ടിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരു പിക്ചർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഐസോടാക്റ്റിക് ആകുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എല്ലാം സെയിം സൈഡിൽ ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിൻഡിയോടാക്റ്റിക് ആവുന്ന സമയത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളെല്ലാം റാൻഡം ആയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറ്റാക്റ്റിക് ആകുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എല്ലാം ഡിസോർഡർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതാണ് നമ്മുടെ
ഇതാണ് നമ്മുടെ പോളിമർ ചെയിൻ. ഈ പോളിമർ ചെയിനിൽ ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടാക്ടിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ക്വിക്ക് ചെക്ക് എന്നുള്ള രീതിയിൽ ഒരു 2 റിവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് പോളിമർ സ്ട്രക്ചർ possesses a 3-dimensional network of chain resulting highly restricted chain segment mobility? എന്താ പറഞ്ഞത്? നമുക്കിതിലൊരു കോർ വേർഡ് അല്ലെങ്കിൽ ഒരു കീ വേർഡ് ഉണ്ട് അല്ലേ, 3-dimensional network chains. ഏത് ടൈപ്പാണ് 3-dimensional network chain സ്ട്രക്ചർ പൊസസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് പോളിമേഴ്സ് ആണെന്നാണ് അല്ലേ. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിമേഴ്സിനെ നമുക്ക് ലീനിയർ പോളിമർ എന്നും പോളിമേഴ്സിനെ നമുക്ക് ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്നും പോളിമേഴ്സിനെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ് ഒരു 3-dimensional സ്ട്രക്ചർ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് ആൻസർ എന്തായിട്ട് പറയാം? ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണെന്ന് പറയാം. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് ഒരു എക്സാമ്പിളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കലൈറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐസോടാക്റ്റിക്, സിൻഡയോടാക്റ്റിക്, അറ്റാക്റ്റിക്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വിക്ക് റിവ്യൂ ആണ്. ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർലി ഫാഷനിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഹാവ് ഹൈലി റെഗുലർ സ്ട്രക്ചേഴ്സ് ആണ്, ക്യാൻ സോൾഡിഫൈഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ ഓർ സെമി ക്രിസ്റ്റലൈൻ നെറ്റ്വർക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക്കുമാണ് പോളിമേഴ്സിൻ്റെ സ്ട്രക്ചർ എങ്കിൽ അത് കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ സെമി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതുപോലെ അറ്റാക്റ്റിക് ആണെങ്കിൽ അത് റാൻഡം സ്ട്രക്ചേഴ്സ് ആണ്, ഒരു റെഗുലർ ക്രിസ്റ്റൽസ് അല്ല. സോ അവർ അമോർഫസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ വേർഡ്സ് ഒന്നുകൂടി എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ക്രിസ്റ്റലൈനിറ്റി. നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ വേർഡാണ്. ക്രിസ്റ്റലൈനിറ്റി എന്താണ്, സെമി ക്രിസ്റ്റലൈൻ എന്താണ്, അമോർഫസ് എന്താണ്. അപ്പോൾ ജസ്റ്റ് ഓർക്കുക, ഐസോടാക്റ്റിക്കും സിൻഡയോടാക്റ്റിക്കുമാണ് ഓർഡേർഡ് സ്ട്രക്ചർ. സോ അവർക്കാണ് എന്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്? ക്രിസ്റ്റലൈനിറ്റിയും സെമി ക്രിസ്റ്റലൈനിറ്റിയും ഒക്കെ കാണിക്കാനായിട്ട് പറ്റുന്നത്. മറ്റേത് എന്താണ്? അറ്റാക്റ്റീവ് സ്ട്രക്ചേഴ്സ് റാൻഡമാണ്, ഡിസോർഡേർഡ് ആണത്, അമോർഫസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പോളിമേഴ്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് പറയാം, അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, വെതർ എബിലിറ്റീസ് ഉണ്ട്, ഡീഗ്രഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ കംഫർട്ട് ആൻഡ് ഡയബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ റീസൺസ് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോളിമേഴ്സിൻ്റെ മോളിക്കുലാർ വെയ്റ്റും അതിൻ്റെ ചെയിൻ ഡിസ്ട്രിബ്യൂഷനും ചെയിൻ സൈസും അതുപോലെ തന്നെ പോളിമേഴ്സിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്സുകളും നാച്ചുറൽ പോളിമേഴ്സും അതിൽ യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സും ഇതൊക്കെയാണ് പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോളിമറിൻ്റെ പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈനിറ്റി. ക്രിസ്റ്റലൈനിറ്റിയുടെ ബേസിൽ നമുക്ക് പോളിമേഴ്സുകളെ ക്രിസ്റ്റലൈൻ എന്നും സെമി ക്രിസ്റ്റലൈൻ എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് ആണെങ്കിൽ അതിനൊരു ഓർഡേർഡ് 3D അറേഞ്ച്മെൻ്റ് ആയിട്ടും ഉണ്ടായിരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഐസോടാക്റ്റിക് പോളിമേഴ്സ് ആണ് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് കാണിക്കുന്നത്. സെമി ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ആ പോളിമേഴ്സിൽ ബോത്ത് ക്രിസ്റ്റലൈൻ അതുപോലെ തന്നെ അമോർഫസ് റീജിയൻസ് ഉണ്ടായിരിക്കും. ക്രിസ്റ്റലൈൻ റീജിയൻസും അമോർഫസ് റീജിയൻസും വരുന്നവരാണ് സെമി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നവർ. ഓക്കെ, ട്രാൻസ്പെറൻസി റൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഈ ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കൂ, ഞാനൊരു സോളിഡിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സോളിഡ്സിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് വളരെ ഓർഡേർഡ് ആയിട്ടാണ് ഫസ്റ്റ് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് വളരെ ഓർഡേർഡ് ആയിട്ടൊരു ലോങ് റേഞ്ച് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. എ ക്രിസ്റ്റൽ ഓർ ക്രിസ്റ്റലൈൻ സോളിഡ് ഇസ് എ സോളിഡ് മെറ്റീരിയൽ ഹൂസ് constituents such as atoms, molecules or ions are arranged in highly ordered microscopic structure forming a crystal lattice that extend in all directions. ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അമോർഫസ് സോളിഡ്സിൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയുള്ള ആറ്റംസും മോളിക്യൂൾസും ഒരു ഓർഡേർഡ് ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു ഡിസോർഡേർഡ് ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം? അമോർഫസ് സോളിഡ്സ് അഥവാ നോൺ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വിളിക്കാം. An amorphous solid is any non-crystalline solid in which the atoms and molecules are not organized in definite lattice pattern. Such solids include glass, plastic, gel. എവിടേക്കാണ് നമ്മൾ ഈ അമോർഫസ് സ്ട്രക്ചേഴ്സ് കാണിക്കുന്ന മെയിൻ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്? ഗ്ലാസ്സിൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഇതിലൊക്കെയാണ് എന്ത് കാണിക്കുന്നത്? അമോർഫസ് സ്ട്രക്ചേഴ്സ് കാണിക്കുന്നത്.
എന്നാൽ നമ്മൾ പോളിമേഴ്സിലേക്ക് വരുന്ന സമയത്ത് പോളിമേഴ്സ് നമുക്കൊരു 100% ക്രിസ്റ്റലൈൻ ആണെന്നും അല്ലെങ്കിൽ 100% അമോഫസ് ആണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പോളിമർ എക്സിസ്റ്റ് ഇൻ ബോത്ത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോഫസ് ഫോം. പോളിമേഴ്സിന് ക്രിസ്റ്റലൈൻ ഫോമിലും അമോഫസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. നോക്കൂ, പോളിമർ ചെയിൻ ഫോമിംഗ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോഫസ് റീജിയൻ. The part of molecule arranged in regular order called crystalline region. In between the ordered region, molecules are arranged in random disorganized state called amorphous region. അതായത് പോളിമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ ലൈൻസ് പോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ കണ്ടാൽ നമുക്ക് കാണാം മോളിക്യൂൾസ് ഭയങ്കര ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റീജിയൻസ് ആണ് അല്ലേ. അതായത് ഈ പോളിമറിൽ എന്ത് കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതായത് ക്രിസ്റ്റലൈൻ റീജിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ റാൻഡംസ് ആയിട്ട് ലൈൻസുകൾ ഇതിനിടയിൽ കാണുന്നുണ്ട് അല്ലേ. ഇതെന്താ കാണിച്ചിട്ടുള്ളത്? അതിലുള്ള അമോർഫസ് റീജിയൻ ആണ്. അതായത് ഒരു പോളിമർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ബോത്ത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിമേഴ്സിനെ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് സെമി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ഷോ ബോത്ത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് റീജിയൻ. ക്രിസ്റ്റലൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ക്രിസ്റ്റലൈൻ, ഇൻഡിക്കേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ക്രിസ്റ്റലൈനാണ് നമ്മൾ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഒരു ട്രാൻസ്പെറൻസി റൂള് പറയുന്നുണ്ട് അല്ലേ. ട്രാൻസ്പെറൻസി റൂൾ പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0 to 1 ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ ട്രാൻസ്പെറൻസി വാല്യൂ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ അത് ഒപ്പാക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇൻ്റർമീഡിയറ്റ് ക്രിസ്റ്റലൈനിറ്റി ആണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്റ്റലൈനിറ്റി ഇൻ്റർമീഡിയറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റിൽ അതിന് ക്രിസ്റ്റലൈനിറ്റി കാണിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മീനിങ്. ദാറ്റ് മീൻസ് കഴിയുന്നുണ്ടെന്ന് മീൻസ് അതിലൊരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റോ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾസുകൾ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിലൂടെ ലൈറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിന് ഈസി ആയിട്ട് ഇതിലൂടെ ഇതിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. മോളിക്യൂൾസിൽ തട്ടി ഇതിനെന്ത് സംഭവിക്കുന്നു? സ്കാറ്ററിങ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം മെറ്റീരിയൽസ് ഒപ്പാക്ക് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ക്രിസ്റ്റലൈനിറ്റി വാല്യൂ 0 to 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് അതിലൂടെ നമ്മൾ ക്രിസ്റ്റലൈനിറ്റിയുടെ മെഷർമെൻറ്റ് കുറവാണെങ്കിൽ ലൈറ്റ് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നു. മെറ്റീരിയൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറയാം. ഇതാണ് ട്രാൻസ്പെറൻസി റൂള് പറയുന്നത്. ക്രിസ്റ്റലൈനിറ്റിയുടെ വാല്യൂ 0 or 1 ആണെങ്കിൽ അത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാം. ഇൻ്റർമീഡിയറ്റ് ക്രിസ്റ്റലൈനിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഒപ്പാക്ക് ആയിരിക്കും. കാരണം ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ് ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയുമ്പോൾ. സോ ലൈറ്റ് ഈസി ആയിട്ട് അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. സോ മെറ്റീരിയൽ ഒപ്പാക്ക് ആയിട്ടായിരിക്കും എക്സിസ്റ്റ്. ഇത്രയാണ് നമ്മൾ ക്രിസ്റ്റലൈനിറ്റിയിൽ പറയുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്റ്റലൈൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. സെമി ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പോളിമേഴ്സും സിന്തറ്റിക് പോളിമേഴ്സിലും ക്രിസ്റ്റലൈൻ റീജിയൻസും ഉണ്ടായിരിക്കും, അമോർഫസ് റീജിയനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ ഒരു 100% ക്രിസ്റ്റലൈൻ ആണ് നമ്മുടെ പോളിമർ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് സെമി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ ക്രിസ്റ്റലൈനിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് TG എന്നാണ് നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, TG എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് നോക്കാം. ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് highly disordered solid changes from hard and relatively brittle glass material to viscous or rubbery state on heating. എന്താ പറഞ്ഞത്? ഗ്ലാസി ആയിട്ടുള്ള മെറ്റീരിയൽ ഏത് ഫോമിലേക്ക് മാറുകയാണ്? റബ്ബറി ഫോമിലേക്ക് മാറുകയാണ്. ആ ഒരു ടെമ്പറേച്ചറാണ് ഏത്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. നോക്കൂ, ഹൈലി ഡിസോർഡേർഡ് ആയിട്ടുള്ള ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിട്ടുള്ള ഗ്ലാസി സ്റ്റേറ്റിൽ നിന്ന് വിസ്കസ് ആയിട്ടുള്ള റബ്ബറി സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ബിലോ ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ മുമ്പ് അതിനേക്കാൾ കുറവാകുമ്പോൾ അത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? ഗ്ലാസി ആയിരിക്കും. അതുപോലെ
ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാകുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി കൂടുന്നുണ്ട്, അതൊരു റബ്ബറി സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് അമോർഫസ് പോളിമേഴ്സ് ആണ് നമുക്ക് എന്ത് കാണിക്കുന്നത്, ഇതുപോലൊരു ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നത്. നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, നമുക്കറിയാം പോളിമർ ക്യാൻ ബി ക്രിസ്റ്റലൈൻ, അമോർഫസ് ഓർ പാർഷ്യലി ക്രിസ്റ്റലൈൻ ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദേ ആർ ലോങ് റേഞ്ച് ഓർഡർ സ്ട്രക്ചർ ഓർ നോട്ട്. നമ്മൾ പറഞ്ഞിരുന്നു പോളിമേഴ്സ് ക്രിസ്റ്റലൈൻ ആവാം, അമോർഫസ് ആവാം, അല്ലെങ്കിൽ സെമി ക്രിസ്റ്റലൈൻ ആവാം. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ക്രിസ്റ്റലൈൻ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ക്രിസ്റ്റലൈൻ പോളിമർ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ഒരു പോളിമർ ക്രിസ്റ്റലൈൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ സോളിഡ് ഫോമിൽ നിന്ന് ഏത് ഫോമിലേക്ക് മാറുകയെന്ന് വിചാരിക്കൂ, ലിക്വിഡ് ഫോമിലേക്ക് മാറുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്നത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്നാണ്. ഇത് എന്തിൻ്റെ കേസിൽ, പ്യുവർലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ളതിൻ്റെ കേസിൽ, അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു പ്യുവർലി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ഏത് ഫോമിലേക്ക് മാറുകയാണ്, ലിക്വിഡ് മെറ്റീരിയലിലേക്ക് മാറുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം, മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. എന്നാൽ ഒരു അമോർഫസ് പോളിമറിൻ്റെ കേസിൽ അതിനൊരു ലോങ് റേഞ്ച് ഓർഡർ ഒന്നുമില്ല. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കില്ല, ഒരു ഗ്ലാസി സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതും ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും. ഈ ഗ്ലാസി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അതൊരു റബ്ബറി ഓർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി ക്രിസ്റ്റലൈനിൻ്റെ കേസിൽ സോളിഡ് ലിക്വിഡ് ആകുന്നു. എന്നാൽ അമോർഫസ് അഥവാ സെമി ക്രിസ്റ്റലൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്ലാസി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് റബ്ബറി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് ബിലോ ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ അതൊരു ഗ്ലാസി സ്റ്റേറ്റിലും എബവ് ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലുമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇതാണ് ഗ്ലാസി സ്റ്റേറ്റ്, ഇതാണ് നമ്മുടെ റബ്ബറി സ്റ്റേറ്റ്. അപ്പോൾ ഇതിനിടയിൽ ഗ്ലാസി സ്റ്റേറ്റിൽ നിന്ന് റബ്ബറി സ്റ്റേറ്റിലേക്കൊരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാം. എപ്പോഴാണ് ആ ട്രാൻസിഷൻ സംഭവിക്കുന്നത്, അതായത് എറൗണ്ട് മൈനസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അറൗണ്ട് 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒക്കെ അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ ഗ്ലാസി സ്റ്റേറ്റിൽ നിന്ന് റബ്ബറി സ്റ്റേറ്റിലേക്കൊരു ട്രാൻസിഷൻ കാണിക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. എന്നാൽ റബ്ബറി സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് വിസ്കസ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ടെമ്പറേച്ചേഴ്സ് പറയാം. നോക്കൂ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടി എം എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഒരു ലിക്വിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചർ. അടുത്ത ഏതാണ്, ടി ജി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എന്തായിരുന്നു ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ഒരു അമോർഫസ് പോളിമർ എന്താണ് അതിൻ്റെ ബ്രിട്ടിലായിട്ടുള്ള ഗ്ലാസി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റബ്ബറി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അടുത്ത എന്താണ്, ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ടെമ്പറേച്ചർ. അതായത് എ പോളിമർ ട്രാൻസിഷൻ ഫ്രം റബ്ബറി സ്റ്റേറ്റിൽ നിന്നൊരു മോൾട്ടൺ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്ലോ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാണ് ഇത്. ഇവിടെ നമുക്ക് ടി ജി വിളിക്കാം. ടി ജി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടെമ്പറേച്ചർ, ഇവിടെ വരുന്നൊരു ടെമ്പറേച്ചറാണ് നമുക്ക് ടി എഫ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഒരു കംപ്ലീറ്റ്ലി ക്രിസ്റ്റലൈൻ്റെ കേസിലാണ് നമുക്ക് ഏത് ടെമ്പറേച്ചർ വരുന്നത്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ ടി എം വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 3 ടെമ്പറേച്ചേഴ്സാണ് ടി എം, ടി ജി ആൻഡ് ടി എഫ്. ടി എം എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ടി ജി ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ടി എഫ് ഫ്ലോ ടെമ്പറേച്ചറാണ്. സോളിഡ് ടു ലിക്വിഡ്, ഇവിടെയാണെങ്കിലോ ഗ്ലാസി സോളിഡ് ടു റബ്ബറി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്, ഇവിടെയാണെങ്കിലോ റബ്ബറി സ്റ്റേറ്റിൽ നിന്ന് ഒരു മോൾട്ടൺ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ് ടി എഫ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സിൽ വരുന്ന ഒരു ഫാക്ടറാണ് മോളിക്കുലാർ വെയിറ്റ്. അതായത് മോളിക്കുലാർ വെയിറ്റ്, പോളിമറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുമ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ക്രോസ് ലിങ്കിങ് കൂടുന്ന സമയത്തും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്ലെക്സിബിലിറ്റി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്.
ഫ്ലെക്സിബിലിറ്റി കൂടുന്ന സമയത്ത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മാറുന്നുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചെയിനിൻ്റെ മൊബിലിറ്റിക്ക് അനുസരിച്ചും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മാറുന്നുണ്ട്. അതായത് ബ്രാഞ്ചിങ് ഉണ്ടോ, റൊട്ടേഷൻ ഉണ്ടോ, അതിനൊക്കെ അനുസരിച്ചിട്ടും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് പറയാം, കോമ്പോസിഷൻ പറയാം, മോയ്സ്ചർ കണ്ടൻറ്റ് പറയാം, ചെയിൻ മൊബിലിറ്റി പറയാം, മോളിക്കുലാർ വെയിറ്റ് പറയാം. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുമ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറും കൂടും. ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിക്കുക, അത്രയും വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയലിനെയാണ് നമുക്ക് റബ്ബറൈസ് റേറ്റിലേക്ക് മാറ്റുന്നത്. സോ ഹൈ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ക്രോസ് ലിങ്കിങ് കൂടുന്ന സമയത്ത്, ക്രോസ് ലിങ്കിങ് കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ഹാർഡായിട്ടും മാറും. അപ്പോഴും നമുക്ക് അതിനെ റബ്ബറൈസ് റേറ്റിലേക്ക് മാറ്റണമെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഫ്ലെക്സിബിലിറ്റി ആകുമ്പോൾ എന്താണ്, മെറ്റീരിയൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് അതിന് റബ്ബറൈസ് റേറ്റിലേക്ക് മാറാൻ പറ്റും. സോ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ടെമ്പറേച്ചർ കുറയുന്നു. ദാറ്റ് മീൻസ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാം നമുക്ക്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ ഗ്ലാസ്സിൽ നിന്ന് റബ്ബറൈസ് റേറ്റിലേക്ക് അമോർഫസിലാണ് നമ്മളിത് കാണിക്കുന്നത്. മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. ഏതിലാണ് കാണിക്കുന്നത്? ക്രിസ്റ്റലൈൻ റീജിയൻസിലാണ് ഇത് കാണിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിസ്കോസിറ്റി ഓഫ് പോളിമേഴ്സിനെ കുറിച്ചിട്ടാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിസ്കോസിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അതായത് ഫ്ലോ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ്, അതിനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. പോളിമേഴ്സിൻ്റെ വിസ്കോസിറ്റി നമ്മൾ എപ്പോഴാണ് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് നമ്മളൊരു പോളിമറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പോളിമേഴ്സിൻ്റെ കേസിൽ വിസ്കോസിറ്റി മെഷർ ചെയ്യുക. ഫോർ പോളിമർ, സൊല്യൂഷൻ വിസ്കോസിറ്റി ഇസ് എ മെഷർ ഓഫ് സൈസ് ഓഫ് പോളിമർ മോളിക്യൂൾ. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിലൊരു പ്യുവർ സോൾവെൻറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു പ്യുവർ സോൾവെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ പ്യുവർ സോൾവെൻറ്റിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുകയാണ്? ഒരു പോളിമറിനെ ആഡ് ചെയ്യാൽ, ഇതിലേക്കൊരു പോളിമറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ വിസ്കോസിറ്റി ഓഫ് പോളിമേഴ്സിൽ മെഷർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഈ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വിസ്കോസിറ്റി എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അവിടേക്ക് എത്രത്തോളം പോളിമറിനെ ആഡ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് ആ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്തിൻ്റെ മെഷറാണ്? നമ്മൾ ആഡ് ചെയ്ത പോളിമറിൻ്റെ വെയ്റ്റിൻ്റെ അഥവാ മോളിക്കുലാർ വെയ്റ്റിൻ്റെ ഒരു മെഷറാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പോളിമറിൻ്റെ സൈസിൻ്റെ മെഷറാണ് ആ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എപ്പോഴാണ്? പ്യുവർ സോൾവെൻറ്റിൻ്റെ അല്ല, നമ്മൾ സൊല്യൂഷനിലേക്ക് പോളിമർ ആഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വിസ്കോസിറ്റി ചേഞ്ച്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ എത്രത്തോളം പോളിമർ ആഡ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇസ് എ മെഷർ ഓഫ് മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ദ പോളിമർ, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പോളിമറിൻ്റെ ഒരു മെഷറാണെന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് വിസ്കോസിറ്റീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ റിലേറ്റീവ് വിസ്കോസിറ്റിയാണ്. റിലേറ്റീവ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നമ്മുടെ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിനെ ഈറ്റ എന്നും നമ്മുടെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റിനെ ഈറ്റ0 എന്നും എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഈറ്റ എന്ന് പറയുന്നത്, ഓക്കെ നോക്കൂ, ഈറ്റ എന്ന് പറയുന്നത് നമ്മുടെ പോളിമറിൻ്റെ വിസ്കോസിറ്റി, നമ്മുടെ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിയാണ് ഈറ്റയാണ് നമ്മുടെ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി. പ്യുവർ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റിയാണ് ഈറ്റ0. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വിസ്കോസിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വിസ്കോസിറ്റി ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ദാറ്റ് ഈസ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈറ്റ(R) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ പ്യുവർ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി. അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് സ്പെസിഫിക് വിസ്കോസിറ്റി. സ്പെസിഫിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതായത് ഇപ്പം ഞാൻ ഇതിലേക്കൊരു പോളിമർ ആഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ എന്ത് സംഭവിച്ചത്? നമ്മുടെ സൊല്യൂഷൻ ഒരു വിസ്കോസിറ്റി ഉണ്ടാവുന്നത് അല്ലേ. ആ വിസ്കോസിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈറ്റ(R) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് റിലേറ്റീവ് വിസ്കോസിറ്റി -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് വിസ്കോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, റിലേറ്റീവ് വിസ്കോസിറ്റിയും സ്പെസിഫിക് വിസ്കോസിറ്റിയും. റിലേറ്റീവ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ
സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി ഈറ്റ ഡിവൈഡഡ് ബൈ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി ഈറ്റ 0. സ്പെസിഫിക് വിസ്കോസിറ്റി എന്താണ്? നമ്മുടെ റിലേറ്റീവ് വിസ്കോസിറ്റി ഈറ്റ ആർ -1 ആണ് എന്ത് സ്പെസിഫിക് വിസ്കോസിറ്റി ഈറ്റ എസ് എന്ന് പറയുന്നത്. നോക്കൂ, റെഡ്യൂസ്ഡ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അഥവാ വിസ്കോസിറ്റി നമ്പർ. എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് വിസ്കോസിറ്റി കണ്ടുപിടിക്കുന്നത്? റെഡ്യൂസ്ഡ് വിസ്കോസിറ്റി കാണാൻ സ്പെസിഫിക് വിസ്കോസിറ്റിയെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനാണ്. നെക്സ്റ്റ് വൺ ഇൻഹെറൻറ്റ് വിസ്കോസിറ്റി. ഇൻഹെറൻറ്റ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ്യൂസ്ഡ് വിസ്കോസിറ്റിയുടെ ലോഗരിതമിക് ഫോമിനെയാണ് നമ്മൾ ഇൻഹെറൻറ്റ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. അഥവാ ഇൻട്രിൻസിക് വിസ്കോസിറ്റി ഉണ്ട്. ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റഡ് റെഡ്യൂസ്ഡ് ഓർ ഇൻഹെറൻറ്റ് വിസ്കോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് വിസ്കോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. റിലേറ്റീവ് വിസ്കോസിറ്റി, സ്പെസിഫിക് വിസ്കോസിറ്റി, റെഡ്യൂസ്ഡ് വിസ്കോസിറ്റി. റെഡ്യൂസ്ഡ് വിസ്കോസിറ്റി അഥവാ വിസ്കോസിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ വിസ്കോസിറ്റിയുടെ സ്പെസിഫിക് വിസ്കോസിറ്റീനെ കോൺസെൻട്രേഷനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തത് ഇൻഹെറൻറ്റ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് വിസ്കോസിറ്റിയുടെ ലോഗരിതമിക് ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് സെയിം സ്ലൈഡ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് നമ്മുടെ പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. സൈസിൻ്റെ അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തും സ്ട്രക്ചറിനെ ബേസ് ചെയ്തും പോളിമറൈസേഷനെ ബേസ് ചെയ്തിട്ടും യൂസ് ബേസ് ചെയ്തും തെർമൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ ടാക്ടിസിറ്റി പറഞ്ഞു. ടാക്ടിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഐസോടാക്റ്റിക് ഉണ്ട്, സിൻഡിയോടാക്റ്റിക് ഉണ്ട്, അറ്റാക്റ്റിക് ഉണ്ട് എന്ന് പറഞ്ഞു. ക്രിസ്റ്റലൈനിറ്റിയുടെ കേസ് പറഞ്ഞു. അമോർഫസ് ആണ്, അത് കംപ്ലീറ്റ്ലി ക്രിസ്റ്റലൈൻ അല്ല, അത് സെമി ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റലൈൻ ക്യാരക്ടേഴ്സും അതുപോലെ അമോർഫസ് റീജിയൻസും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ പറഞ്ഞു. ബ്രിട്ടിലായിട്ടുള്ള ഗ്ലാസി സ്റ്റേറ്റ് നിന്ന് റബ്ബറി സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ്. പിന്നെ വിസ്കോസിറ്റിയുടെ മെഷർ പറഞ്ഞു. അതുപോലെ വിസ്കോസിറ്റിയുടെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോക്ക്, നമ്മൾ യൂണിറ്റ് 1, അതായത് നമ്മുടെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1-ലെ സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ PPT-യിലുള്ള സ്ലൈഡിലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.